ബോണ്ട് വഴി 1397 കോടി രൂപ സമാഹരിച്ച മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് ബംഗാളിൽ 12 വർഷമായ അധികാരമുണ്ട്. ഈ മന്ത്രിസഭയ്ക്ക് ഇനി 3 വർഷത്തോളം കാലാവധിയുമുണ്ട്. വീണ്ടും വരാനുള്ള സാധ്യതയുമുണ്ട്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2.89 കോടി വോട്ട് നേടിയ മമത 292 അംഗ സഭയിൽ 215 സീറ്റ് പിടിച്ചു. ഇതിനും പുറമെ പാർലമെന്റിൽ 22 എംപിമാരുണ്ട്. മുഖ്യപ്രതിപക്ഷമായ BJPക്ക് ബംഗാൾ നിയമസഭയിൽ 74 MLAമാരും പാർലമെന്റിൽ ബംഗാളിൽ നിന്ന് 18 എംപിമാരുമുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർ 2.28 കോടി വോട്ട് നേടി. ഇതേ സമയം 30 വർഷത്തോളം അവിടം ഭരിച്ച CPMന് ആകെ 28.73 ലക്ഷം വോട്ടേ ലഭിച്ചുള്ളൂ. CPIക്ക് 1.18 ലക്ഷവും. മമതയ്ക്ക് വെല്ലുവിളിയായി BJP വളർന്നു വരുമ്പോൾ സമീപഭാവിയിലൊന്നും ഇടതുപക്ഷം അധികാരത്തിൽ തിരികെ വരില്ലെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിശാലിയൊന്നും ആകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ബംഗാളിൽ നിന്ന് കാര്യമായൊന്നും അവർക്ക് ലഭിക്കില്ല. അവരോട് അനുഭാവം കാട്ടി മമതയുടെയും കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ അപ്രീതിക്കിരയാകാൻ വ്യവസായികൾ ആരും ധൈര്യപ്പെടുകയുമില്ല. കേരളത്തിൽ ഏത് വിഭാഗങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിക്കാൻ ഇടതു പാർട്ടികൾക്ക് തനതായൊരു സംവിധാനമുണ്ട്. അത് ബക്കറ്റ് പിരിവ് മുതൽ ഉൽപ്പന്നങ്ങൾ വരെയാണെന്നുള്ളത് നമുക്കേവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പാർട്ടി പത്രങ്ങളുടെ വാർഷിക വരിസംഖ്യയായിട്ട് സമ്മേളനങ്ങളിൽ വിവിധതരം സ്പോൺസർഷിപ്പുകളായും ഇരുചെവി അറിയാതെ അത് ഉദ്ദേശിച്ച കേന്ദ്രങ്ങളിൽ എത്തിയിരിക്കും. അതല്ലാതെ പാർട്ടി അംഗങ്ങളുടെ ലവി പിരിച്ചും പൊതുജനങ്ങളിൽ നിന്ന് രസീത് എഴുതി ചെറിയ തുക വീതം സംഭാവന സ്വീകരിച്ചുമാണോ പാർട്ടി ഓഫീസുകളടക്കം സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്?